ചേരുന്നുണ്ട്. കണ്ണൂർ പാനൂരിൽ ബോംബ് സ്ഫോടനത്തിൽ പരിക്കേറ്റ CPIM പ്രവർത്തകൻ മരിച്ചു. ബോംബ് നിർമ്മാണത്തിനിടെ പരിക്കേറ്റ ഷെറിനാണ് മരിച്ചത്. സ്ഫോടനത്തിൽ 4 പേർക്കാണ് പരിക്കേറ്റത്. അർജുൻ കല്യാടുണ്ട് വിശദാംശങ്ങളുമായി. അർജുൻ, 2 പേരുടെ നില ഗുരുതരമാണെന്ന് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ഒരാൾ മരിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. വിവരങ്ങൾ. ശ്രുതി, ഈ പാനൂരിൽ നടന്ന ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിലാണ് ഇപ്പോൾ ഒരാൾ മരണപ്പെട്ടിരിക്കുന്നത്. നേരത്തെ തന്നെ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിലായിരുന്ന ഷെറിനാണ് ഇപ്പോൾ കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്നലെ രാത്രി 1 മണിയോടുകൂടിയായിരുന്നു പാനൂർ കൈവേലിക്കലിൽ ഈ പറയുന്ന ഒരു വീടിന്റെ മുകൾ വശത്തു നിന്നും ബോംബ് നിർമ്മാണത്തിൽ ഏർപ്പെട്ട ഈ ഒരു സംഘത്തിന് സ്ഫോടനത്തിൽ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിൽ 2 പേരുടെ നിലയായിരുന്നു ഗുരുതരമായിട്ടുണ്ടായിരുന്നത്. ബിനീഷും അതുപോലെ തന്നെ ഷെറിനും. ഈ ഷെറിന്റെയും ബിനീഷിന്റെയും പരിക്ക് ഗുരുതരമായിരുന്നു. അവരെ ഇന്നലെ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിന് പുറമെ മറ്റ് 2 പേർ കൂടി പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൽ ഷെറിനാണ് ഇപ്പോൾ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇവരെ ഇന്ന് രാവിലെ തന്നെ കണ്ണൂരിൽ നിന്നും കോഴിക്കോട് മിംസ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. അവിടെ വെന്റിലേറ്ററിൽ ഇവർ 2 പേരെയും ആക്കിയിരുന്നെങ്കിലും പിന്നീട് മരണം സംഭവിക്കുകയായിരുന്നു. ബിനീഷ് ഇപ്പോഴും വെന്റിലേറ്ററിൽ തന്നെ തുടരുകയാണ്. പരിക്ക് ഗുരുതരമായിരുന്നു എന്ന് തന്നെ ഇന്ന് രാവിലെ തന്നെ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ കോഴിക്കോട് മിംസ് ആശുപത്രിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. എന്തായാലും ഇപ്പോൾ ഒരാൾ മരണപ്പെട്ടിരിക്കുന്നു. വിനീഷിന്റെയും നില ഗുരുതരമായി തന്നെ തുടരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശ്രുതി, അർജുൻ, എങ്ങനെ സംഭവിച്ചു ഈ സ്ഫോടനം? ഇതുമായി ബന്ധപ്പെട്ട പോലീസ് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒപ്പം ഈ ഒരാൾക്ക് കൂടി ഗുരുതരമായി പരിക്കുണ്ട്, മറ്റൊരു 2 പേർക്കും കൂടിയും പരിക്കുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ മാത്രമല്ല മറ്റൊരാൾ 2 പേരുടെ പരിക്കും സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? പോലീസ് ഇക്കാര്യത്തിൽ പറയുന്നത് ഇവർ ഈ ബോംബ് അതായത് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിലാണ് ഇവർക്ക് പരിക്കേറ്റത് എന്ന കാര്യം തന്നെയാണ് പോലീസും സ്ഥിരീകരിക്കുന്നത്. ആ മേഖലയിൽ എന്തായാലും പോലീസിന്റെയും അനുബന്ധമായിട്ടുള്ള ഡോഗ് സ്ക്വാഡിന്റെയും ഫോറൻസിക്കിന്റെയും എല്ലാം സംഘങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഈ പാനൂർ കൈവേലിക്കൽ പരിസരത്തുള്ള ഒരു ഒഴിഞ്ഞ ഒരു വീട്ടിന്റെ ടെറസിൽ വെച്ചായിരുന്നു ഇവർ ബോംബ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് സ്ഫോടനം സംഭവിക്കുകയും അതിന്റെ ഭാഗമായി ഈ പറയുന്ന 4ഓളം പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യവുമാണ് ഉണ്ടായിരുന്നത്. അതിൽ 2 പേരുടെ നിലയായിരുന്നു ഗുരുതരമായി ഉണ്ടായിരുന്നത്. അവരെ ഇന്നലെ തന്നെ കണ്ണൂരിൽ ആദ്യം കൂത്തുപറമ്പിലും പിന്നീട് കണ്ണൂർ മിംസ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും പിന്നീട് അവരെ കോഴിക്കോട്ടേക്ക് മാറ്റണം. പരിക്ക് ഗുരുതരമായത് കൊണ്ടാണ് അത്തരത്തിൽ കോഴിക്കോട്ടേക്ക് മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. അതിന് പുറമെ മറ്റു 2 പേർ കൂടി, മൊത്തം 4 പേർക്കാണ് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പോലീസ് ഈ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന ഒരു ഘട്ടം ഒക്കെ ആയതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോട് കൂടിയുള്ള ഒരു അന്വേഷണമാണ് നടത്തുന്നത്. നിലവിൽ ഇപ്പോഴും ആ പരിസര പ്രദേശങ്ങളിൽ പോലീസിന്റെ വലിയ സംഘങ്ങളുണ്ട്. ഫോറൻസിക്കിന്റെയും അതുപോലെ തന്നെ ഈ പറയുന്ന ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള സംഘങ്ങളും അവിടെ എത്തിയിട്ടുണ്ട്. പരിശോധന നടക്കുന്നുണ്ട്. ഇവർ പ്രാദേശികമായിട്ടുള്ള CPM പ്രവർത്തകരാണ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നത്. ഈ പറയുന്ന ബിനീഷ്, ഗുരുതരമായി പരിക്കേറ്റ 2 കൈകളും അറ്റുപോയിട്ടുള്ള ബിനീഷ് അവിടെയുള്ള CPM ലോക്കൽ കമ്മിറ്റി അംഗം നാണുവിന്റെ മകനാണ്. അതിനു പുറമെ പ്രാദേശികമായ DYFIയുടെയും CPMന്റെയും ഒക്കെ പ്രവർത്തകനാണ് എന്നുള്ള കാര്യവും, അതിനു പുറമെ ഇപ്പൊ മരണപ്പെട്ടിട്ടുള്ള ഷെറിനും പ്രാദേശികമായ DYFIയും അതുപോലെ തന്നെ CPMും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ആള് തന്നെയാണ്. മറ്റു 2 പേരും സമാനമായ രീതിയിൽ CPMന്റെ പ്രാദേശിക പ്രവർത്തകരാണ്. പക്ഷെ ഇവർക്കാർക്കും തന്നെ പാർട്ടിയുമായി അംഗത്വമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഔദ്യോഗികമായ സ്ഥാനമാനങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ള കാര്യമാണ് ലഭിക്കുന്നത്. ഇവർ പ്രാദേശികമായ CPMന്റെ പ്രവർത്തകരാണ് എന്നുള്ള കാര്യമാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഒരാൾ മരണപ്പെട്ടിരിക്കുന്നു. ഗുരുതരമായി പരിക്കേറ്റ 2 കൈകളും അറ്റുപോയ ബിനീഷ് ഇപ്പോഴും വെന്റിലേറ്ററിൽ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ തുടരുകയുമാണ്. കണ്ണൂർ പാനൂരിൽ ബോംബ് സ്ഫോടനത്തിൽ പരിക്കേറ്റ CPIM പ്രവർത്തകൻ മരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ബോംബ് നിർമ്മാണത്തിനിടെ പരിക്കേറ്റ ഷെറിനാണ് മരിച്ചത്. പരിക്കേറ്റ 3 പേർ ചികിത്സയിൽ തുടരുകയാണ്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. അർജുൻ കല്യാടാണ് വിശദാംശങ്ങൾ നൽകിയത്.